പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. മുനമ്പം വിഷയം വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. ഏകദേശം അത് കെട്ടുടങ്ങി എന്ന് നമ്മളൊക്കെ ആശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ ജനാബ് KM ഷാജി, മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായിരിക്കുന്ന നേതാവ്, ഈ വിഷയം വീണ്ടും തങ്ങളുടെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ് മുനമ്പം എന്നുള്ള വിധത്തിൽ വഖഫ് ബോർഡിൻ്റേതാണ് എന്നുള്ള വിധത്തിൽ ഒരു പ്രസംഗം നടത്തുകയും അതിനെ സാധൂകരിച്ചുകൊണ്ട് അത് ന്യായീകരിക്കപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ ET മുഹമ്മദ് ബഷീർ സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട MP, അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിലെ ഒരു ഭാഗം, പ്രത്യേകിച്ച് വഹാബികളായിട്ടുള്ള ആളുകൾ അതിനെ അനുകൂലിച്ചുകൊണ്ടും, എന്നാൽ അതും വഖഫിൻ്റേതല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇത് മുന്നോട്ട് വരികയുണ്ടായി. അപ്പം ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലുള്ള ചക്രത്തിപ്പോർ, അതായത് സുന്നികളും മുജാഹിദും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെയാണ് മുനമ്പം വിഷയവുമായിട്ട് ഇപ്പോൾ പൊതുരംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനവിടെ ഞങ്ങളുടെ എക്ലിസിയ യുണൈറ്റഡ് ഫോറത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സോണു ഓഗസ്റ്റിനും റവറൻഡ് ഡോക്ടർ മോഹൻ പോളും അതുപോലെ ജോയ് സേവ്യർ സാറും ജോൺ സാറും അടക്കം ഉള്ള ഒരു ടീം അവിടെ പോവുകയും ആ ജനതയോടുകൂടി 55-ാം ദിവസം അവരോടൊപ്പം സമരപ്പന്തലിൽ നിരാഹാര സത്യാഗ്രഹത്തോടൊപ്പം ഞങ്ങളും സമയം ചെലവഴിക്കുകയും അവരോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവെച്ച് മാത്രമല്ല അവരെ ധൈര്യപ്പെടുത്താൻ തക്കവണ്ണം ചില നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് അവസരം തരികയും ചെയ്തു. അത് നിങ്ങൾക്കിതിനെ തുടർന്ന് കേൾക്കാവുന്നതാണ്. ആ പ്രസംഗം ഞങ്ങൾ നടത്തിയത്. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മുനമ്പം വിഷയം ശാശ്വതമായൊരു പരിഹാരമുണ്ടാകും, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ നമ്മളെല്ലാം തന്നെ അത് തീരും എന്നുള്ളത് വിചാരിച്ചു. കാരണം UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവും പ്രതിപക്ഷ നേതാവുമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവിടുത്തെ MP ശ്രീ IB ഈഡൻ പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഒരു കുടുംബമെങ്കിലും അവിടുന്ന് കുടിയിറക്കപ്പെട്ടുവെങ്കിൽ, വഖഫിൻ്റെ പേരിൽ കുടിയിറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്ഥാനം രാജിവെക്കും എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇത് നമ്മളൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. തീർച്ചയായിട്ടും ഇത് വേഗത്തിൽ തീരും. മാത്രവുമല്ല, ക്രിസ്മസിൻ്റെ സമയത്ത് അവർ നിരാഹാരം മുഴുവനായിട്ട്, ജനങ്ങൾ മുഴുവനായിട്ട്, ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ധാരാളം ആളുകൾ അന്ന് നിരാഹാര സത്യാഗ്രഹത്തിലുണ്ടായിരുന്നു. അപ്പം ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ പട്ടിണി സമരത്തിലേക്ക് പോകുമെന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഞങ്ങളും വന്ന് പട്ടിണി ഇരിക്കും എന്നൊക്കെ പറയുകയുണ്ടായി. അതിനുള്ളൊരു അവസരം അവർക്ക് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പട്ടിണി സമരത്തിലേക്ക് അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒരു ദിവസം ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്നത്. പക്ഷേ നിങ്ങൾ പട്ടിണി സമരത്തിന് പോകുമ്പോൾ ഏത്തക്കൊലയൊന്നും കൊണ്ടുപോകരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളൂ. വാസ്തവമായിട്ട് നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പട്ടിണി സമരത്തിൽ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം ഇതൊന്നും വേഗത്തിൽ പരിഹരിക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. നിങ്ങളുടെ ഘടകകക്ഷിയായിരിക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ് ഇപ്പോൾ ഇത് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത്, മറ്റാരും തന്നെയല്ല. സർക്കാർ അത് കണ്ട് ചിരിക്കുകയാണ്. കാരണം സർക്കാരിന് ഇത് നീട്ടിക്കൊണ്ട് പോകണമെന്ന് വലിയ താല്പര്യമുണ്ട്. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലേക്കും അത് കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇത് വീണ്ടും ചർച്ചാ വിഷയമാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്നതായിട്ടുള്ള BJP അവിടുത്തെ പ്രധാനികളൊക്കെ വന്നിട്ട്, അവിടുത്തെ സഹമന്ത്രിയും മറ്റ് MP-മാരും ഒക്കെ അവിടെ വന്നിട്ട് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. വഖഫ് ബോർഡിനെ ദേശീയ തലത്തിൽ തന്നെ പിരിച്ചുവിടാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അംഗീകാരവും ജനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള അംഗസംഖ്യയുമുണ്ട്. ഇത് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ആർക്കും തന്നെ ഇത് പരിഹരിക്കണമെന്നുള്ളതല്ല, മറിച്ച് ഇതിങ്ങനെ ചീഞ്ഞ് നാറണമെന്നും സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കണമെന്നും വലിയ കൊതിയുള്ള ആളുകളാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ. ഞാൻ ആ വിഷയങ്ങളാണ് ഇന്നവിടെ പ്രസംഗിച്ചത്. ഇത് കേരളത്തിൽ ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. അവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പോൾ പല പ്രമുഖ നേതാക്കന്മാരുമായിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളുമായിട്ടും ഒക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, വക്കീൽമാരൊക്കെ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാനുള്ള പൂർണ്ണ അധികാരം സർക്കാരിനുണ്ട്. സർക്കാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ, കേരള സർക്കാർ ഒരു നിയമം എടുക്കുകയാണെങ്കിൽ അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. ഈ 140 പേരും, കാരണം അതിനകത്ത് മുസ്ലിം ലീഗിലെ അംഗങ്ങൾ മാത്രമേ എതിർക്കുകയുള്ളൂ, ബാക്കി ആർക്കും തന്നെ എതിർക്കാൻ കഴിയില്ല. കൂടി വന്ന INL-ൻ്റെ മന്ത്രി അടക്കമുള്ള ചില ആളുകളുടെ എതിർപ്പുകളുണ്ടാകും. ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഇത് വേണ്ട, കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് ദോഷമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നവുമില്ല, പുഷ്പം പോലെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം,
അതിന് വക്കപ്പിന് പകരമായിട്ട് അതാത് സമൂഹത്തിൻ്റെ, അതായത് ഓരോ മഹലിൻ്റെയും കീഴിൽ അതാത് പ്രദേശത്തുള്ള സ്വത്തുക്കൾ അവർക്കാണല്ലോ അവകാശപ്പെട്ട് ആ വിധത്തിൽ കൊടുത്താൽ മതി. ഇതിനകത്ത് മൂന്നാമത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരൊക്കെ ഈ മുസ്ലിം ലീഗും എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവരെ ഇപ്പോൾ വഹാബികൾ കൈയാളിയിരിക്കുന്നതായിട്ടുള്ള ഈ ഫറൂഖ് കോളേജിനെയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫറൂഖ് കോളേജ് അത് വഖഫിൻ്റേതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ അത് വിറ്റത്, അവർ വില വാങ്ങിയത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ കുറ്റക്കാരെന്ന് ഇവരൊക്കെ പറയുമ്പോഴും ആ കുറ്റക്കാരുടെ മേലാണല്ലോ പഴി ചാരേണ്ടി, അല്ലാതെ ആ പാവപ്പെട്ട ജനങ്ങൾ അതിനെന്തിനാണ് കഷ്ടപ്പെടുന്നത്? അപ്പോൾ നിങ്ങളെടുക്കേണ്ട തീരുമാനം എന്താണ്? മുനമ്പത്തെ സ്ഥലം വഖഫിൻ്റേതല്ല എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയും അവിടുത്തെ ജനങ്ങൾക്ക് അത് ക്രയവിക്രയം ചെയ്യാനായിട്ടും അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ നടത്തുവാനും രാവും പകലും അവിടെ പാർക്കാനും അവർക്ക് ലോൺ എടുക്കാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള, നികുതി അടയ്ക്കാൻ തക്കവണ്ണമുള്ള സാധ്യതകളെ ഒരുക്കി കൊടുക്കുക എന്നുള്ള, നിങ്ങൾക്ക് ആ ജനത്തോട് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇതുപോലെ രൂക്ഷമാകാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രീ E.T. മുഹമ്മദ് ബഷീർ സാഹിബും ഞാനും കൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ആരംഭത്തിൽ തന്നെ സംസാരിച്ചതാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങൾ ആരും തന്നെ ആ സ്ഥലം വഖഫിൻ്റെ ആണെന്ന് ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല. പിന്നെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ, ഇന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എന്നോട് പറഞ്ഞത് ഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാമായിരുന്നു. ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളല്ല എല്ലാ കോൺവെർസേഷൻസും. ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഫാദറെ, ഞങ്ങൾ ആ സ്ഥലം ക്ലെയിം ചെയ്തിട്ടില്ല, വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാം 12/12/22 ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് നിയമസഭയിൽ എഴുന്നേറ്റ് അവകാശവാദം ഉന്നയിച്ചത് ആദ്യമായിട്ട് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മജീദ് സാഹിബാണ്. അപ്പോൾ നമുക്ക് അവരെ നിഷ്കളങ്കതയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. ഇതിനകത്ത് ചില കളങ്കം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും വളരെ കൃത്യമായിട്ട് ഇത് അമേക്കബിൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് മുനമ്പത്തെ മെത്രാന്മാരെയൊക്കെ പോയി കണ്ട്. ഞാൻ E.T. മുഹമ്മദ് ബഷീർ സാഹിബുമായിട്ട് സംസാരിച്ചതിന് ശേഷം തങ്ങളുമായിട്ട് ഈ വിഷയം സംസാരിച്ചാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്, വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തമായ ഒരു തീരുമാനം, അമേക്കബിൾ സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു നല്ല മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ രംഗത്ത് ഇറങ്ങിയത്. അതിന് കാരണക്കാരൻ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ്. അദ്ദേഹം വളരെ മാന്യമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇത് സുന്നികളും വഹാബികളും തമ്മിലുള്ള ഒരു പ്രശ്നമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ചക്രത്തിപ്പോരിൻ്റെ ഭാഗമായിട്ട് പ്രശ്നം കുത്തിത്തിരിക്കൊണ്ട് വരുന്നത്. ഒരു കാര്യം കൂടെ ഓർക്കണം, ഇത് ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇത് രൂക്ഷമായി വന്നത്. അന്ന് ധാരാളം ആളുകൾ ഇവർക്ക് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ആരും അവരെ തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അപ്പോൾ അതിനകത്ത് മറ്റു പല കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടുത്തെ അതിൻ്റെ ചരിത്രം കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ പല കാര്യത്തിലും ഞെട്ടലുളവാക്കും. ഞാൻ ഈ പ്രാവശ്യം ചെന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത്ര ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് ഡോക്യുമെൻറ്റ്സ് കാണാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കാണാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ചില വ്യക്തികളും അച്ഛന്മാരുമായിട്ടും മെത്രാനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മെത്രാനുമായിട്ടും ഒക്കെ ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇടയായിത്തീർന്നു. അപ്പം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഞെട്ടലുളവാക്കും. കാരണം ആ പാവപ്പെട്ട ജനതയെ ചതിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തത്. അവർ വില കൊടുത്ത് വാങ്ങിയതായ ഭൂമിയിൽ അവർക്ക് അവകാശമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല വളഞ്ഞ വഴികളും ഗൂഢമായിട്ട് തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം സർക്കാർ എടുക്കേണ്ടത് ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ: വഖഫ് ബോർഡിനെ അങ്ങ് പിരിച്ചുവിടുക. അത്രയേ ഉള്ളൂ. അതിനെ അങ്ങ് പിരിച്ചുവിടുക. ബഹുമാനപ്പെട്ട നമ്മുടെ കെമൽ പാഷ സാറ്, നമ്മുടെ പഴയ ജഡ്ജി, ഹൈക്കോടതിയിലെ ജഡ്ജി, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫ് ബോർഡിൻ്റെ അല്ല. അദ്ദേഹം വലിയൊരു നിയമജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞതിനെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ അല്ലാത്ത ഇത് ക്ലെയിം ചെയ്തതിൻ്റെ പേരിൽ തന്നെ കള്ളത്തരം പറയുന്നു, നുണ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പേരിൽ തന്നെ വഖഫിനെ ആ പ്രദേശത്തു നിന്ന് തന്നെ പറിച്ചു നടാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം കൂടെ പറയട്ടെ. ശ്രീ വഖഫ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു കൊതി എന്ന് പറയുന്നത് 404 ഏക്കർ സ്ഥലം അവിടെ കാസർഗോഡുണ്ട്. അത് എങ്ങനെയെങ്കിലും വഖഫിൻ്റേതാക്കാനായിട്ടുള്ളൊരു ചെറിയ ഗൂഢമായിട്ടുള്ള നീക്കം നടക്കുന്നതായിട്ടൊക്കെ ചില ശ്രുതികൾ വരുന്നുണ്ട്. അങ്ങനൊന്നും
സർക്കാരിൻ്റെ ഭൂമികൾ വഖഫിൻ്റെ ആണെന്നും പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. ഇതൊക്കെ ചതിയും വഞ്ചനയുമാണ്. നാളുകളിൽ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ തക്കമുള്ള നിയമ നടപടികൾ കൃത്യമായി തന്നെ എടുക്കണം. അവിടെ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ മുമ്പാകെ കൃത്യമായി അവിടുത്തെ ജനങ്ങളെല്ലാവരും തന്നെ മൊഴി കൊടുക്കുകയും ഡോക്യുമെൻറ്റ്സ് അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അത് പരിഹരിച്ചാൽ ഉടനെ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വഖഫിനെ പിരിച്ചുവിടുക എന്നുള്ള ഒരൊറ്റ മാർഗമേ ഇതിന് ശാശ്വതമായ പരിഹാരമുള്ളൂ. നമ്മുടെ സ്റ്റേറ്റ് അങ്ങനത്തെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബാക്കി സ്ഥലങ്ങളിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ പഴയതൊന്നും ചകഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ പള്ളിയുടെ സംബന്ധിച്ചാണ്. അതേപോലെ തന്നെ ഈ വിഷയത്തിലും പഴയത് ചകഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. 1950കളിൽ സംഭവിച്ച കാര്യങ്ങൾ തെറ്റുപറ്റിയിരിക്കുന്നത് ഫറൂഖ് കോളേജിനാണെങ്കിൽ അവരാണ് തിരുത്തേണ്ടത്. അവർ അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് പരിഹരിക്കുക. അത് മുനമ്പത്തെ ജനങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുതെന്നുള്ള അഭ്യർത്ഥനയോടെ ഞാൻ അവിടെ നടത്തിയ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാം. വാത്സല്യമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 55 ദിവസമായി ഈ പ്രദേശത്തെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും പല പ്രഭാഷണങ്ങളും പല വാഗ്ദാനങ്ങളും കേട്ട് നമ്മുടെ മനസ്സെല്ലാം നിർവൃതി കൊണ്ടിരിക്കുകയും ചെയ്യാം. എങ്കിലും നമുക്ക് ലഭ്യമാകേണ്ടുന്ന നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. സാധാരണഗതിയിൽ ഒരു നാടിൻ്റെ സുഗമമായ നടത്തിപ്പ് ആ നാടിനെ ഭരിക്കുന്നതായിട്ടുള്ള ഭരണാധിപന്മാരുടെ കരങ്ങളിലാണ്. അവർക്കെടുക്കാവുന്ന ഒരുപാട് തീരുമാനങ്ങളുണ്ട്. നമ്മളവരെ തെരഞ്ഞെടുത്ത് നമ്മുടെ പ്രതിനിധികളായിട്ട് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കൊക്കെ അയക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ ശബ്ദമായി അവർ നിലനിൽക്കണം എന്നുള്ളതാണ്. എന്നോട് എൻ്റെ ഒരു സ്നേഹിതൻ മുസ്ലിം സഹോദരൻ ഒരിക്കൽ പറയുണ്ടായി, അച്ഛന് എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ, ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളല്ലേ, അച്ഛനൊരു MLA ആയാലെന്താ? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, ഞാൻ MLA ആകുന്നതിനേക്കാളും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധിയായിട്ട് നിയമസഭയിൽ സംസാരിക്കാനും പെരുമാറുവാനും സാധ്യമാകുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ആ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അയക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണകൂടത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നീതിപൂർവമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർപ്പിക്കുകയാണ്. മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ഞാനിവിടെ വന്നതിന് ശേഷം 12ാം ദിവസം ഇവിടെ വന്നു. അത് കഴിഞ്ഞ് മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ഈ വിഷയം ഉൾപ്പെടുത്തണമെന്ന് അതുവരെ അവരാരും തന്നെ മേലിലായിട്ടുള്ള ആരും തന്നെ അത് എടുക്കാതെ ഇരുന്നപ്പോൾ അഭിലാഷ് എന്ന് പറയുന്ന അതിന്റെ പ്രധാനപ്പെട്ട ആളെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും വെച്ചാൽ നമുക്കൊരു ചർച്ച ചെയ്യാം എന്ന് പറയുകയും ചർച്ചയുടെ ദിവസത്തിൽ എന്നെ കൂടെ ക്ഷണിക്കുകയും ചെയ്തു. അന്ന് ഇവിടുന്ന് എനിക്ക് വന്ന ബെന്നി ജോസഫ് ആയിരുന്നു മുനമ്പത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങള് എൻ്റെ കൂടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഫസൽ ഗഫൂർ ഉണ്ടായിരുന്നു, ഷാഫി ചാലിയിൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, അതേപോലെ നൌഷാദ് MLA ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ചാനൽ ചർച്ചയിൽ ഞാൻ എടുത്തിട്ട ഒരു വിഷയമുണ്ട്, അതുവരെ ആരും തന്നെ ചർച്ചയിൽ ചോദിക്കാത്തൊരു ചോദ്യം. 12/12/2022 നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മുനമ്പം വിഷയം. മുനമ്പത്തെ വഖഫ് ബോർഡിന്റെ സ്ഥലം കുറെ ആളുകൾ കയ്യേറി എന്നുള്ള കാര്യം. വാസ്തവത്തിൽ ആ ചോദ്യം തന്നെ വളരെ അബദ്ധമാറിയ ചോദ്യമാണ്. കാരണം ഇവിടെ ആരും കയ്യേറിയതല്ല. ഇവിടെ ജന്മാവകാശമായിട്ടുണ്ടായിരുന്ന തലമുറകളായിട്ട് പാർത്തു വന്നതായിട്ടുള്ള ജനങ്ങൾ അവർ കയ്യേറി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിവാസികളെ 610 കുടുംബങ്ങളെ എങ്ങനെയാണ് രാഷ്ട്രീയ ആളുകൾ അവരുടെ കണ്ണുകളിലൂടെ കാണുന്നത്? കയ്യേറ്റക്കാരായിട്ടാണ് കാണുന്നത്, അല്ലേ? അതെന്തൊരു വിഡ്ഢിത്തരമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം എടുത്തിട്ടു. 2, അതിന് മറുപടി പറഞ്ഞ വഖഫ് ബോർഡിന്റെ മന്ത്രി പറഞ്ഞു, എത്രയും വേഗത്തിൽ അവരെ എല്ലാം കുടിയൊഴിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഈ 2 കാര്യങ്ങളും നിയമസഭയിൽ നടന്ന കാര്യമാണ്. നിയമസഭയിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് പരിപാലിക്കുകയും കൃത്യമായി നടപ്പിൽ വരുത്തി സമൂഹത്തിന് സമാധാനം വരുത്തുകയും ചെയ്യുന്ന ആളുകൾ. അവരുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളെ മാറ്റി നിർത്തുവാൻ പോലും കഴിയാതെ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന സർക്കാരും അതിന് ശുപാർശ ചെയ്യുന്ന പ്രതിപക്ഷവും ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് സമാധാനമുണ്ടാകുക? നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിച്ചു.
ഡിസംബർ മാസം 6-ാം തീയതിയാണിന്ന്. ഈ മാസം നമ്മളെ ക്രിസ്മസ് മാസം എന്നാണ് പറയുന്നത്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാസം, ദൈവം മനുഷ്യനെ സന്ദർശിച്ച മാസം, ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുവാനായിട്ട് ഇറങ്ങി വന്നത്, മനുഷ്യനെ ദൈവ മക്കളാക്കി തീർക്കുവാൻ വേണ്ടി ഈശോ തമ്പുരാൻ ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്ന ഈ മാസം സമാധാനത്തിന്റെ മാസം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ സമാധാനത്തിന്റെ മാസത്തിൽ നമ്മള് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് പോകുവാൻ കാരണക്കാരാരാണ്? നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നതായിട്ടുള്ള, നമ്മളെ ഭരിക്കേണ്ടുന്നതായ, ശരിയായ വിധത്തിൽ നയിക്കേണ്ടുന്നതായിട്ടുള്ള ഭരണാധിപന്മാരാണ്. അവരുടെ വിവേകമില്ലാത്ത തീരുമാനങ്ങൾ ചില താല്പര്യ കക്ഷികൾക്ക് വേണ്ടി, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട ജനതയെ കഷ്ടതയുടെ അനുഭവത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഞാൻ 2005 നമ്മുടെ സുനാമി ഉണ്ടായ സമയത്ത് കൊളച്ചിലിൽ ഏകദേശം 5 മാസത്തോളം അവിടുത്തെ ജനതയോടൊപ്പം താമസിച്ച വ്യക്തിയാണ്. 5 മാസത്തോളം സുനാമി ഉണ്ടായതിന്റെ പിറ്റേ ദിവസം മുതൽ അവിടെ വീടുകൾ വെച്ചു കൊടുക്കുന്ന കാര്യത്തിനും മറ്റുമായിട്ടൊക്കെ. അന്ന് ശ്രീമതി ജയലളിതയായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. ജയലളിതയോട് ഞങ്ങൾ സംസാരിക്കുന്ന, ശ്രീമതി ജയലളിതയോട് സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ ശരിയായ ഒരു പ്രശ്നമായി കാണണമെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ ആ പാവപ്പെട്ട ജനത താമസിക്കാൻ പോകുന്ന 10-10 ആ ടെന്റിലൊന്ന് വന്ന് കിടക്കണം. 10-10 എന്ന് പറഞ്ഞാൽ 10 അടി വീതിയും 10 അടി നീളവും ഉള്ള 10 അടി ഉയരവുമുള്ള ആ ഒരു അവര് കെട്ടിക്കൊടുക്കാൻ പോകുന്ന ഇതേപോലത്തെ ചെറിയ ടെന്റ് 3-4 അംഗങ്ങളുള്ള ആ കുടുംബത്തിന് അവർ കെട്ടിക്കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ താമസിക്കുന്ന വ്യക്തിയാണ്. 1 മണിക്കൂർ പോയിട്ട് 10 നിമിഷം പോലും ആ മണത്തരിയിൽ കൂടെ നടക്കുവാനോ അവിടെ പാർക്കുവാനോ കഴിയുകയില്ല. എന്നിട്ടും നിങ്ങൾ ആ ജനതയ്ക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ അന്ന് വളരെ വീറോടുകൂടെ ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം അവര് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുകയും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അനുവാദങ്ങളൊക്കെ തരികയും ചെയ്തു. അന്ന് നമ്മൾ പല NGOസുമായിട്ട് ചേർന്നൊക്കെയാണ് അന്ന് പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചു. അതേപോലെ ഈ മണൽത്തരിയിൽ അല്ലെങ്കിൽ ഈ കടലിന്റെ തണുപ്പുണ്ട് എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിന്റെ ഉള്ളിൽ വന്നിങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലെ വേദനകളും ശരീരത്തിന്റെ വേദനകളും മനസ്സിന്റെ അസ്വസ്ഥതകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, എന്താണ് അവർ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിയമസഭയിൽ AC മുറിയിലിരിക്കുന്നതായിട്ടുള്ള മന്ത്രിപുങ്കുവന്മാരും അവിടെ നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന MLAമാരും ഒക്കെ അറിയണം ഈ ജനതയുടെ, ഈ മനുഷ്യരുടെ വേദന എത്ര വലുതാണെന്നുള്ളത്. അതിനവർ ചെയ്യേണ്ടത് കുറച്ചു സമയം ഈ ജനത്തോടൊപ്പം പാർക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് മന്ത്രിയോടും റവന്യൂ മിനിസ്റ്ററോടൊക്കെ ആവശ്യപ്പെടാനുള്ളത്, ഈ സ്ഥലത്തെ MLAയോടൊക്കെ ആവശ്യപ്പെടാനായിട്ടുള്ളത്, നിങ്ങള് ശരിയായ വിധത്തിൽ നട്ടലുള്ളവരാണെങ്കിൽ, ആർജവമുള്ളവരാണെങ്കിൽ ഈ ജനതയെ ഇങ്ങനെ കണ്ണുനീരിലേക്കും ആശങ്കയിലേക്കും വിടാതിരിക്കണമെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഈ ജനതയുടെ പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കാനുള്ള നിയമം നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ പറയും നിയമം അതിന് തടസ്സമാണ്. ഈ തടസ്സമുള്ള നിയമത്തെ മാറ്റാനായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. അത് പള്ളിയല്ല, നിയമസഭയാണ്. നിയമങ്ങൾ ഉണ്ടാക്കുകയും നിയമങ്ങൾ പരിപാലിക്കുകയും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മളെ പ്രതിനിധികളായിട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചെയ്യേണ്ടുന്നതായ, അവർക്ക് നട്ടലുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്നതായ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കൃത്യമായ ഒരു നിയമം, മുനമ്പം നിവാസികളെ സംബന്ധിച്ചുള്ള 611 കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള ഒരു നിയമം കൊണ്ടുവരികയും ഈ മുനമ്പം പ്രദേശത്തുള്ള വസ്തുവകകൾ അവരുടെ പിതൃസ്വത്തുക്കളായി അവർ കൈവശപ്പെടുത്തിയതും അല്ലെങ്കിൽ അവരുടെ വില കൊടുത്ത് വാങ്ങിയതുമായിട്ടുള്ള സ്വത്തുക്കൾ അവർക്ക് ലഭ്യമാകുമെന്നും അവർക്കത് നികുതി അടച്ച് അതിന്റെ പോക്കുവരത്തെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട്, പോക്കുവരത്തൊക്കെ ക്ലിയർ ആക്കിയതാണല്ലോ, നികുതി അടച്ച് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ചെയ്തു കൊടുക്കേണ്ടത്. എന്നാൽ പ്രതിപക്ഷത്തോടും കൂടി ഒരു കാര്യം പറയട്ടെ. പ്രതിപക്ഷത്തിൽ നിന്നുള്ള MLA ആണ് 12/12/22 അന്ന് നിയമസഭയിൽ ചോദിച്ചത് വഖഫ് ഭൂമി കയ്യേറിയവരെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട മജീദ് സാഹിബാണ് ആ ചോദ്യം ഉന്നയിച്ചത്. ഞാൻ ആരെയും എഴുത്തി പറയുകയല്ല, പക്ഷേ ആ ചോദ്യം അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിക്കാനുണ്ടായ പ്രേരണ എന്താണ്? ആ പ്രേരണ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അതിന്റെ മറുപടി എന്തായിരുന്നു? ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ
നമുക്കെല്ലാവർക്കും ഒരു കാര്യം വ്യക്തമാണ്, കട്ട് തിന്നുമ്പോൾ കണ്ടനും ചക്കിയും ഒന്നാണ്. കട്ട് തിന്നുമ്പോൾ കണ്ടനും ചക്കിയും ഒന്നാണ്. അതുവരെ രണ്ടായിട്ടൊക്കെ അവര് നിൽക്കുമെങ്കിലും കട്ട് തിന്നാനായിട്ട് സാധാരണപ്പെട്ട മനുഷ്യന്റെ വികാരങ്ങളും വേദനകളും മനസ്സിലാക്കാതെ അവരെ ഊറ്റിയെടുക്കാനും അവരുടെ ചോര നീരാക്കി എടുത്തിട്ട് തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അവരേതറ്റം വരെ പോകാനും ഒന്നിച്ചു നിൽക്കുന്ന കൂട്ടരാണ്. ഇനിയും പാർലമെന്റിലേക്ക് ചെല്ലാം. പാർലമെന്റിൽ ഇപ്രാവശ്യത്തെ പാർലമെന്റിൽ ഈ കാര്യമൊക്കെ എടുക്കുമെന്നും ഇവിടെ ഇതെല്ലാം പരിഹരിച്ചു തരുമെന്നും ഒരു കൂട്ടർ വന്ന് വാഗ്ദാനം ചെയ്തു, അല്ലെ? അവരും വന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ അതിപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെ തനിമയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് താൽക്കാലികമായിട്ടുള്ള അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, രാഷ്ട്ര നിർമ്മിതിയിലല്ല അവരുടെ താല്പര്യം. അതുകൊണ്ട് നമ്മുടെ ജനത ഈ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ജനതയോടൊപ്പം നിൽക്കാൻ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരുമുണ്ട്, രാഷ്ട്രീയക്കാരൊഴികെ. എല്ലാവരും വന്ന് വാക്കുകളൊക്കെ പറയും, രാഷ്ട്രീയക്കാരും വന്ന് പറയും നിങ്ങൾക്കത് പരിഹരിച്ചു തരാം, നിയമപരമായിട്ട് നോക്കി ചെയ്യാം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് എവിടെയാ? നിയമസഭ എന്നാണല്ലോ നമ്മൾ ഇതിനെ വിളിക്കുന്നത്, ആണോ ഇല്ലയോ? അപ്പൊ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അധികാരം ഉണ്ടോ ഇല്ലയോ? ആ അധികാരം ആരാ ചാർത്തി കൊടുക്കുന്നത്? നമ്മൾ ചേർത്ത് കൊടുത്തതാണ്. നമ്മൾ ചാർത്തി കൊടുത്ത അധികാരത്തെ നിയമമുണ്ടാക്കാൻ ഉപയോഗിക്കാതെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകാതിരിക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അവര് അവരുടെ മഹത്വം കാണിക്കണം. എന്താണെന്ന് അറിയാമോ? ഞങ്ങളെ കൊണ്ടത് പറ്റുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വിട്ടുമാറുകയാണെന്ന് പറഞ്ഞ് അവർ രാജിവെച്ചങ്ങ് പുറത്തു പോകണം. നമ്മൾ കൊടുക്കുന്ന നികുതി, നമ്മൾ ഊറ്റിക്കൊടുക്കുന്നതായിട്ടുള്ള നമ്മുടെ ചോര നികുതിയായിട്ട് അവര് വാരി വലിച്ചു കുടിച്ചിട്ട് നമ്മുടെ തലേ കയറി അവരുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ, അതിനൊരു പരിഹാരം ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നതായ മന്ത്രി പുങ്കുവന്മാരടക്കം MLA-മാരടക്കം രാഷ്ട്രീയ നേതാക്കന്മാരടക്കം ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ തരത്തിലുള്ള കുഴഞ്ഞു പറഞ്ഞ ഒരു രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾക്ക് അധികാലം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഇവിടെ പ്രതികരണ ശേഷിയുള്ള ഒരു പറ്റം ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിലും വിഴിഞ്ഞത്തും ഇതുപോലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവരോടൊപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് എന്റെ കൂടെ പല നമ്മുടെ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചെന്ന് സംസാരിക്കുമ്പോൾ താൽക്കാലികമായിട്ട് അത് ശരിയാക്കി തരാമെന്നൊക്കെ മന്ത്രിമാർ പറഞ്ഞാലും അവരുടെ ഉള്ളിരിപ്പ് എന്ന് പറയുന്നത് ശരിയാക്കരുത് എന്നുള്ളതാണ്. കാരണം അതൊക്കെ അവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മുടെ പ്രതിനിധികളെയാണ് നമുക്ക് ഉരുവാക്കേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ പ്രതിനിധികളെ അല്ല. ജനത്തിന് വേണ്ടിയുള്ള ജനപ്രതിനിധികളെയാണ് നമുക്ക് ആവശ്യം. ഇപ്പോഴുള്ള ജനപ്രതിനിധികൾ എന്നൊക്കെ പറയുന്ന ആളുകള് നമുക്ക് വിരോധമാണെങ്കിൽ അവരെ അവിടുന്ന് താഴെ ഇറക്കാനുള്ള അധികാരം കൂടെ നമുക്കുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. കാരണം ഈ ഭാരതത്തിന്, ഈ ഇന്ത്യയുടെ നിയമം അത് നമ്മളാൽ എഴുതപ്പെട്ടിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള നിയമമാണ്. നമ്മളാൽ എഴുതപ്പെട്ടിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള നിയമത്തിന്റെ പ്രീആമ്പിൾ എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ ആമുഖത്തിൽ 4 തൂണുകളുണ്ട്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. 4 തൂണുകൾ. അതിനകത്ത് 4 പ്രധാനപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒന്നാമത്തേത് സ്വാതന്ത്ര്യം, ലിബർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അത് നമുക്കൊക്കെ ഉള്ളതാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഭൂമിക്കകത്ത് പോലും ഇല്ല. നമ്മുടെ വീടിനകത്ത് കയറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലാതിരിക്കുക. നമ്മുടെ ബാങ്കിലേക്ക് ചെന്ന് പട്ടയം വെക്കുമ്പോൾ അല്ലെങ്കിൽ അത് പണയപ്പെടുത്തി ഒരു അല്പം പൈസ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. പക്ഷേ ഭരണഘടനയിലെ ആമുഖത്തിൽ എന്താ എഴുതി വച്ചിരിക്കുന്നത്? നമ്മളെല്ലാം സ്വാതന്ത്ര്യമുള്ളവരാണ്. രണ്ടാമത്തെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നീതി. ഇവിടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് നീതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോൺ സാറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നീതിക്കായി ദാഹിക്കുന്നവർക്ക് അത് ലഭിക്കും. നീതി എല്ലാവർക്കും ലഭിക്കേണ്ടതാണ്. മൂന്നാമത്തേത് എല്ലാവരും സഹോദരങ്ങളാണ്, ഫ്രറ്റേണിറ്റി. എല്ലാവരും സഹോദരങ്ങളാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ട് തിന്നുന്ന സമയത്ത് ബാക്കിയുള്ളവർ ആരും സഹോദരങ്ങളല്ല, ഞങ്ങള് രാഷ്ട്രീയക്കാർ മാത്രമാണ് സഹോദരങ്ങളെന്ന് വെളിപ്പെടുത്തി തരുന്ന ആളുകൾ. നാലാമത്തെ എന്താണ്? തുല്യത, ഇക്വാലിറ്റി. എവിടെയാണ് ഈ 4 കാര്യങ്ങൾ കിടക്കുന്നത്? നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ. അതിനെ ആസ്പദമാക്കിയാണ് ബാക്കി ഭരണഘടന മുഴുവനും എഴുതിയിരിക്കുന്നത്. ഈ 4 കാര്യങ്ങളെ ആസ്പദമാക്കിയ
നമ്മുടെ നിയമങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അത് കൃത്യമായിട്ട് പാലിക്കപ്പെടാത്ത ആളുകളാണ്, പാലിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെയാണ് നമ്മൾ പലപ്പോഴും തെരഞ്ഞെടുത്ത് വിടാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ്, അതാത് പ്രദേശങ്ങളിലുള്ള ആളുകൾ, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് തന്നെ നേതാക്കന്മാർ ഉയർന്നു വരണം. നിങ്ങളായിരിക്കണം നിയമം. കാരണം കഷ്ടത അനുഭവിച്ചു വരുന്നവന് മാത്രമേ കഷ്ടപ്പെടുന്നവന്റെ വേദന അറിയുള്ളൂ. രാഷ്ട്രീയം കളിച്ചു വരുന്നവന് സാധാരണക്കാരന്റെ വേദന അറിയയില്ല. അവർ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു പറഞ്ഞാൽ എന്ത് സംസാരിക്കുന്നവർ? 55 ദിവസമായിട്ട് അവരെന്ത് വന്ന് സംസാരിച്ചു എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിയമം ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും അവര് നേതൃസ്ഥാനത്ത് വന്നിട്ട് നമ്മുടെ വേദനകളും പ്രയാസങ്ങളും നിയമങ്ങളായിട്ട് മാറ്റുകയും ചെയ്യാൻ തക്കവണ്ണം ഇടയാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അവിടെ ജാതി നോക്കരുത്, മതം നോക്കരുത്, വംശീയത നോക്കരുത്, യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ, വേർതിരിവുമില്ലാതെ ഐക്യമായിട്ട് നിൽക്കേണ്ടതായ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന്, മുനമ്പത്ത് നിന്ന് ചില നേതാക്കന്മാർ ഉയർന്നു വരണം. അതിന് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുകയും എവിടെല്ലാം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സാഹചര്യങ്ങൾ വരുന്നുണ്ടോ അവിടെയൊക്കെയും സംസാരിക്കും എന്നുള്ളത് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ളൂ. എത്രയും വേഗത്തിൽ നീതി നിഷേധിക്കപ്പെട്ട നിങ്ങൾക്ക് നീതി ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വാക്കിൽ നിന്ന് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.